വെള്ളാർമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്. മണ്ണെടുത്തിട്ടും മനസ്സുടയാത്ത വെള്ളാർമല സ്കൂളിലെ ചുണക്കുട്ടികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഉണ്ണിമാഷിന്റെ കൈപിടിച്ച് തൃശൂരിലേക്ക് വണ്ടി കയറിയ അവർ തിരിച്ചു പോകുന്നത് എ ഗ്രേഡ് ലഭിച്ച സന്തോഷത്തോടെ മാത്രമല്ല, മന്ത്രി കെ രാജന്റെ വാക്കുകൾ പകർന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ കൂടിയാണ്. ഇവരുടെ ഒരു പുതുനഗരത്തിന്റെ അവസാന ഘട്ടമായി. ഫെബ്രുവരിയോടുകൂടി ആദ്യഘട്ടം പൂർണ്ണമായിട്ട് അവസാനിക്കും. ഫെബ്രുവരി 15 ഇപ്പം 310 വീടുകളോളം ആയി. ഞാനിപ്പോൾ തിങ്കളാഴ്ച വീണ്ടും അവിടെ പോകുന്നുണ്ട്. അവസാനത്തെ പെയിൻറ്റിങ് വർക്കുകളിലേക്കൊക്കെ കടന്നു. ഗംഭീരമായിരിക്കും ഒരു നഗരം തന്നെ. അവിടെ ആദ്യഘട്ടം വീടാണ് കൊടുക്കുന്നതെങ്കിൽ റോഡ്, കുട്ടികളുടെ കളിസ്ഥലങ്ങൾ, വലിയവർക്കുള്ള കളിസ്ഥലങ്ങൾ, സ്വിമ്മിംഗ് പൂള്, ആരോഗ്യ കേന്ദ്രം, ഇങ്ങനെ തുടങ്ങി എല്ലാം ഉള്ള കേരള ചരിത്രത്തിൽ ആദ്യമായി ഒറ്റപ്പെട്ടു പോകുന്നവരല്ല നിങ്ങൾ എന്ന് പറഞ്ഞ് ഒറ്റപ്പെടാതെ നഷ്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ബാക്കിയുള്ളവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടുള്ളൊരവസരം നഗരത്തിലൂടെ ഉണ്ടാകും. ഒരു പ്രയാസവും ഉണ്ടാകില്ല. എപ്പോഴും സർക്കാരുണ്ട്. വീണുപോയവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ പേറിയെത്തിയവർ. ഇത് ഞങ്ങളുടെ സ്വന്തം മന്ത്രിയല്ല, ചൂരൽമലക്കാരനാണ്. സാറിനെ നിരന്തരം കണ്ടും കേട്ടും ഇപ്പോൾ ഞങ്ങളിൽ ഒരാളായി സാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും ഇതാണ് ഞങ്ങളുടെ കരുത്ത്. മന്ത്രി പറഞ്ഞതുപോലെ അതിജീവനത്തിന്റെ മാതൃകയാണ് ഈ കുട്ടികൾ. വെള്ളാർമലയിലെ കുട്ടികൾ നമ്മുടെ ഒരു അതിജീവനത്തിൻ്റെ മാതൃകയാണ് കേരളത്തിലെ. ഉണ്ണിമാഷ് വന്നാൽ പിള്ളേർക്കൊരു കരുത്ത് പ്രത്യേകിച്ച് വരും. ആ വെള്ളാർമല സ്കൂൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചൂരൽമല ഒഴിച്ചു പോകാതെ രക്ഷപ്പെട്ടത്. ആ സ്കൂളിനൊരു വലിയ പാരമ്പര്യം അല്ലാതെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾ അതിൻ്റെ കരുത്തോടു കൂടി വീണ്ടും തിരിച്ചു വരികയാണ്, ആ സന്തോഷത്തിലൊപ്പം ചേരുകയാണ്. വെള്ളാർമലയുടെ അതിജീവനത്തിന്റെ ആ പാട്ട് ഉണ്ണിമാഷും കുട്ടികളും വീണ്ടും പാടിയപ്പോൾ മന്ത്രിയും ഒപ്പം കൂടി. ക്യാമറ പേഴ്സൺ പ്രകാശ് എസ് ശിവന്തകിനൊപ്പം ദൃശ്യ ദാമോദരൻ, കൈരളി ന്യൂസ്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്.